ഹായ് ഹലോ. അപ്പോൾ ഇവിടെ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോം കെയറിൽ ഫ്രൈഡേയിൽ നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് വെയർ ചെയ്യാനുള്ളൊരു ഫ്രീഡം ഉണ്ട് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂണിഫോം നിർബന്ധമില്ലാന്ന്. അപ്പോൾ ഞാനിത് ഓൺലൈനിൽ വാങ്ങിയിട്ടുള്ള ഒരു കഫ്താൻ്റെ നൈറ്റിയൊക്കെയാണ്. ഈ ഫ്രൈഡേയ്സിൽ മാമാടെ മക്കളും എല്ലാവരും ഇങ്ങോട്ട് വരും, മാമാടെ മക്കളും പേരക്കുട്ടികളൊക്കെ. അപ്പോൾ അവിടുത്തെ സ്റ്റാഫും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അവർക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. അവർക്ക് എല്ലാവർക്കും ഫ്രൈഡേ കളർ ഡ്രസ്സ് വെയർ ചെയ്യാനുള്ളൊരു സാങ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ വീട്ടിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് ഞാനിങ്ങനെ നൈറ്റിയാണിത് ഞാൻ ഓൺലൈനിൽ എടുത്തിട്ടുള്ള കേട്ടോ. ഇതുപോലത്തെ കുറച്ച് ഡ്രസ്സുകളൊക്കെ ഞാൻ ഓൺലൈനിൽ പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇങ്ങനെ വെള്ളിയാഴ്ചയിട്ട് പട്ടിഷ കാണിക്കാനായിട്ട്. പിന്നെ മേക്കപ്പാണ്. മേക്കപ്പ് എന്ന് പറയുന്നത് കൂടുതൽ കാര്യമായിട്ടൊന്നുമില്ല, നമ്മൾ ഡെയിലി ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ മാമഅർത്തിൻ്റെ വൈറ്റമിൻ സിയുടെ ഫേസ് ക്രീമായിട്ടാണ് യൂസ് ചെയ്യണേ. പിന്നെ ലിപ്സ്റ്റിക്ക് ഇന്നിപ്പോൾ ഞാൻ യൂസ് ചെയ്തേക്കുന്ന ഒരു ചെറിയ കളറിലുള്ള ഷെയ്ഡാണ്. ലിപ്സ്റ്റിക്ക് പിന്നെ എനിക്ക് ഒത്തിരി അധികം ഉണ്ട് കേട്ടോ. ഞാൻ ഇവിടെ വന്നതിന് ശേഷം പർച്ചേസ് ചെയ്തതും നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതും ഒക്കെ അങ്ങനെ ഒത്തിരി ഉണ്ട്. പിന്നെ ഇന്ന് ഞാൻ ബ്ലൂ ലേഡിയുടെ പെർഫ്യൂമായിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതെനിക്ക് മാഡം ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ ബോഡി ലോഷനാണ്. ഇവിടെ അറിയാമല്ലോ ചൂടായത് കൊണ്ടിട്ടും പിന്നെ നമ്മൾ ഫുൾ ടൈം എ സിയുടെ കീഴിലിരിക്കുന്നതുകൊണ്ട് സ്കിന്നൊക്കെ പെട്ടെന്ന് അങ്ങ് ഡ്രൈ ആയി പോകും. അപ്പോൾ ഇത് ഡേറ്റ്സും ഷിയ ബട്ടറും കൂടെയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ബോഡി ലോഷനാട്ടോ. അത് നല്ലതാണ്, കുറേ നേരം നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്ത് നിർത്തും. പിന്നെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സൺസ്ക്രീൻ ലോഷനാണ്. സൺസ്ക്രീൻ ലോഷൻ പിന്നെ ഞാനൊരു ദാക്ഷിണ്യം ഇല്ലാതെ കേട്ടോ യൂസ് ചെയ്യണേ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഇവിടെ സമ്മർ ആയത് കൊണ്ടിട്ട് നല്ല ചൂടാണ്. അതിപ്പോൾ ഒരു വൈകിട്ടൊക്കെ നമ്മൾ 7 മണിക്കൊക്കെ പുറത്തിറങ്ങിയിരുന്നാൽ പോലും ചൂടാട്ടോ, നമ്മൾ നല്ലതായിട്ട് വേർക്കും. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സൺസ്ക്രീൻ ലോഷൻ മാത്രം ഞാൻ അത്യാവശ്യം നന്നായിട്ട് വാരി പൂശു കേട്ടോ. പിന്നെ എന്താ പറയുക, ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മുടെ ഫ്രണ്ട്സൊക്കെ വരുന്ന വെയിറ്റ് ചെയ്തിരിക്കലാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ മാതിരി മാമാടെ മക്കളുടെ വീട്ടിലൊക്കെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളാട്ടോ ഇപ്പോൾ ഇവിടെയുള്ള എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കേറ്റിയും കൂടെ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് അവർ വരുന്നതിന് വേണ്ടിയിട്ട് റെഡിയായിട്ട് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കലാണ് ഞങ്ങളുടെ മെയിൻ പരിപാടി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഫുഡ് കഴിക്കാൻ പോകാനായിട്ട്. അപ്പോൾ ഇവിടെ ഉച്ചയായി, ഞാൻ ലഞ്ച് കഴിച്ചിട്ടില്ല. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ലഞ്ച് കഴിക്കാൻ പോകും നേരെ. അപ്പോൾ ഞാൻ ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഷവർമയാട്ടോ. ഷവർമ എന്ന് പറഞ്ഞാൽ ലഹമ്മിൻ്റെ ഷവർമയാണ്. ഇത് ലഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മട്ടനാണ്. നാട്ടിൽ വെച്ചിട്ട് ഞാൻ മട്ടൻ തൊട്ടുപോലും നോക്കില്ലായിരുന്നു കേട്ടോ. എനിക്ക് അതിൻ്റെ സ്മെല്ലൊന്നും ഇഷ്ടമല്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം കേത്തി ഇങ്ങനെ മട്ടനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നിർബന്ധിച്ച് എന്നെ കൊണ്ട് കുറേശ്ശെയൊക്കെ കഴിപ്പിക്കുമായിരുന്നു. ഇപ്പം ഞാൻ മട്ടൻ്റെ എന്ത് കിട്ടിയാലും കഴിക്കും കേട്ടോ. പിന്നെ നാട്ടിലെ മട്ടൻ മാതിരി നമുക്കങ്ങനെ സ്മെല്ലൊന്നും ഇല്ല, എനിക്കങ്ങനെ തോന്നിയിരിക്കണേ. നാട്ടിലാണെങ്കിൽ ഭയങ്കര സ്മെല്ലാണല്ലോ മട്ടൻ, എനിക്ക് അതുകൊണ്ട് അത് ഇഷ്ടമില്ലായിരുന്നു. പിന്നെ നല്ല സ്പൈസി ആയിട്ടുള്ള ഷവർമയും നല്ല സോൾട്ടി ആയിട്ടുള്ള സാലഡുകൾ കഴിക്കാനായിട്ട് ഭയങ്കര രസമാട്ടോ. പിന്നെ ഇത് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്രീ ആണ്. നമുക്കിന്ന് വൈകുന്നേരം അങ്ങനെ കൂടുതൽ ജോലികളൊന്നുമില്ല. മാമയുടെ മക്കളൊക്കെ നോക്കിക്കോളും മാമയുടെ കാര്യങ്ങൾ. പിന്നെ ഫ്രണ്ട്സിനെയൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുക, അവർ വരുമ്പോൾ സൊറ പറഞ്ഞിരിക്കുക എന്നുള്ളതാണ് എൻ്റെ അടുത്ത പരിപാടി.